ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഫിഷിങ് പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വല നീട്ടിയിട്ടുണ്ട്. അപ്പോൾ തെരണ്ടി എന്ന് പറയുന്ന ഫിഷിനെ പിടിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര റെയറായിട്ട് മാത്രം കിട്ടുന്നൊരു മീനാണ്. എങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് വഞ്ചി വലിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും അച്ചുവാണ് കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ വലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലയെടുത്ത് നോക്കാം. ഷവറുകൾ കുറേ വന്നിട്ടുണ്ട്. പുഴയിൽ പണ്ടത്തെ പോലെയല്ല, ആളുകൾ വേസ്റ്റ് ഉൾക്ക് കൊണ്ട് തട്ടി പതുക്കെ വല അവിടെ കിടക്കാൻ നീ വലിക്കല്. തെലങ്കാന വലിയ കൊന്തിറക്കുന്നതോ മുടിയുന്ന കണ്ട ഓക്കെ. സാധനം എന്ത് കൊണ്ട മഡ് വാട്ടറാണ്. പക്ഷെ ഞണ്ടാണ്, ഞണ്ട്. മഡാണോന്നറിയില്ല, ഞണ്ട് വലുതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് തെരണ്ടി എന്ന് പറഞ്ഞ മീനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വല സെറ്റ് ചെയ്തേക്കണതും നമ്മൾ ഇട്ടേക്കണം. പക്ഷെ നമുക്കിന്ന് കിട്ടിയതൊരു വലിയൊരു ഞണ്ടാണ്. 1 കിലോ എങ്കിലും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലേ വേസ്റ്റ് പ്ലാസ്റ്റിക്കാണ്, പുഴ നിറച്ച് പ്ലാസ്റ്റിക്കാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ നാട്ടുകാരുടെ നിക്ഷേപണി കാണുന്നത്. ശരിയാണ്, ഐഡിയ ആണ്. 5 ഇടാം. ഇടതേ ഈ വല എന്ത് വലിയ സാധനം വന്നാലും വിടൂല. ഇതിൻ്റെ കണ്ണിൽ ഉടക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും രക്ഷപ്പെടൂല. ഇപ്പോൾ വലിയ മീൻ വന്നു കഴിഞ്ഞാലും പൊട്ടിച്ചുകൊണ്ട് പോക്കൊന്നും നടക്കൂല. മനസ്സിലായ? അതാണ് ഈ വലയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഞണ്ട് കിട്ടിയത്, അതുപോലെ തെരണ്ടി കിട്ടണത്. ഇത് നമുക്ക് നീട്ടിയിടാം. പ്ലാസ്റ്റിക്
പ്ലാസ്റ്റിക് കുമ്പാരം. നമ്മൾ അത് തന്നെ കോർപ്പറേഷൻ ആൾക്കാരും ക്ലീനിങ് ആണ്, പുഴ ക്ലീനിങ് ആണ് നമ്മൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച തെരണ്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതിനുള്ള വലയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണത്. അപ്പോൾ ഇന്ന് വാവായതുകൊണ്ട് നമ്മൾ വാവിന് ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് തെരണ്ടി പക്ഷേ കിട്ടിയില്ല. പക്ഷെ നമ്മൾ തെരണ്ടിനെ പിടിച്ചിട്ട് ബാക്കി പരിപാടിയുള്ളൂ. പക്ഷെ നമുക്കിന്ന് തെരണ്ടിക്ക് പകരം നമുക്കിന്ന് കിട്ടിയത് ഒരു സൂപ്പർ ഞണ്ടാണ്. എന്തായാലും നമുക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും കിട്ടിയത് ഒരു അടിപൊളി ഞണ്ട് തന്നെയാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഇപ്പോൾ ഇത് ഞണ്ട് നമ്മൾ കിട്ടിയേക്കണമെന്ന് വെച്ചാൽ റോപ്പിലാണ് കിട്ടിയേക്കണത്. ഇനി നമ്മളിത് കരയിൽ ചെന്നിട്ട് ഇതിൻ്റെ വള്ളി വെച്ചിട്ട് കിട്ടുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിനി ആ ഞണ്ടിനെ കെട്ടാൻ പോവുകയാണ്. കെട്ടിയില്ലെങ്കിൽ ഇത് ഓടിപ്പോകാൻ അല്ലെങ്കിൽ ഈ കണ്ടെയ്നറിൽ നിന്നൊക്കെ ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കട്ടി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഒരു വള്ളി വെച്ചിട്ട് കെട്ടാൻ പോവാം. കെട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഏകദേശം ഇത്രയുള്ളൊരു വള്ളി, ഇത്ര നീളമുള്ള വള്ളി വേണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട്. ശരിക്കും ചാക്ക് ചരട് നമ്മൾ സാധാരണ ചാക്ക് ചരടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സോപ്പിൻ്റെ ഒരു ഇട വിരിച്ചിട്ട് എടുത്തിട്ട് കെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ കെട്ടിക്കഴിഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ കാലുകളൊക്കെ ലോക്കായി. ഇനി ഇതിന് കടിക്കാൻ പറ്റില്ല. എന്നാലും നടക്കാനൊക്കെ ഇതിന് സാധിക്കും, പക്ഷെ കടിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഞണ്ടിനെ കിട്ടുന്നത്. ഇനി നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിൽ സുഖമായിട്ട് പിടിക്കാം. വായിൽ കൈ പോവാതെ നമുക്ക് നോക്കിയാൽ മതി എങ്ങനെ വേണമെങ്കിൽ ഇതിനെ പിടിക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഞണ്ടാണ് കിട്ടിയേക്കണത്. അപ്പോൾ നമ്മളതിൻ്റെ തൂക്കം അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ത്രാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ത്രാസിൽ അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി ഞണ്ടിനെ എടുത്തിട്ട് ത്രാസിലേക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ വെയിറ്റ് നോക്കി 1 കിലോന് മേലെ തൂക്കമുണ്ട്. ഏകദേശം 150 ഗ്രാം ഏകദേശം എടുത്ത് ഇതിന് തൂക്കമുണ്ട്. എന്തായാലും നമുക്ക് തെരണ്ടിനെ പിടിക്കാനാണ് പോയതെങ്കിലും ഇതിനെ കിട്ടിയപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. വീണ്ടും നമ്മൾ തെരണ്ടിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും വല ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈവനിങ്ങിൽ പോയി വീണ്ടും ചെക്ക് ചെയ്യും തെരണ്ടി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.